ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സപ്ലിമിനുകളുടെ ആകർഷക ലോകത്തേക്ക് കടക്കുകയാണ്. സപ്ലിമിനൽ എന്താണ്, അവ എന്തൊക്കെയാണ്, അവ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ജീവിതം അവയ്ക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സബ്ലിമിനുകൾ അല്ലെങ്കിൽ സബ്ലിമിനൽ സന്ദേശങ്ങൾ ബോധപൂർവമായി അവബോധത്തിൻ്റെ പരിധിക്ക് താഴെയുള്ള ഉത്തേജകങ്ങളാണ്. എന്നുവെച്ചാൽ ബോധമനസ്സിനെ മറികടന്ന് ഉപബോധ മനസ്സുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നവയാണ് അവ ഓഡിയോ അല്ലെങ്കിൽ വിഷ്വൽ അഫർമേഷനുകൾ അടങ്ങിയിരിക്കുന്ന ചിത്രരൂപത്തിലുമാകാം. കുറഞ്ഞ വോളിയത്തിൻ്റെ ഉള്ളിൽ ചേർത്ത സ്ഥിരീകരണങ്ങളുള്ള ഓഡിയോ ട്രാക്കുകൾ, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളുള്ള ചിത്രങ്ങൾ, അതുമല്ലെങ്കിൽ ബോധമനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്തത്ര വേഗത്തിൽ മിന്നുന്ന വാചകങ്ങൾ എന്നിവയാണ് സാധാരണയായി സപ്ലിമിനലുകളായി ഉപയോഗിക്കുന്നത്. സപ്ലിമിനൽ സന്ദേശമയക്കൽ എന്ന ആശയം പുതിയതല്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗവേഷകർ ഉപബോധ മനസ്സിൻ്റെ ശക്തി സൂക്ഷ്മമായി പരിശോധന ചെയ്യാൻ തുടങ്ങിയതാണ്. 1957 മാർക്കറ്റിംഗ് ഗവേഷകനായ ജെയിംസ് വികാരി ഈറ്റ് പോപ്കോൺ, കോക്ക കുടിക്കൂ എന്നീ വാക്യങ്ങൾ സപ്ലിമിനൽ രൂപത്തിൽ ഉപയോഗിക്കുകയും സിനിമയ്ക്കിടയിൽ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്തു. ഇന്നും പരസ്യ കമ്പനികളും ബിസിനസ്സുകാരും സപ്ലിമിനൽ എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് അവരുടെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. സപ്ലിമിനലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉപബോധ മനസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് ബോധമനസ്സിനേക്കാൾ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നതും ഉപബോധ മനസ്സിനാണ്. ഉപബോധ മനസ്സാണ് നമ്മുടെ പല സ്വയമേയുള്ള പെരുമാറ്റങ്ങളെയും വിശ്വാസങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതിനാൽ അതിനെ സ്വാധീനിക്കുന്നത് ചിന്താരീതികളിലും പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ കാരണമാകും. ഓഡിയോ സപ്ലിമിനലുകളിൽ സാധാരണയായി വിശ്രമിക്കുന്ന സംഗീതമോ പ്രകൃതിയുടെ ശബ്ദമോ ഉപയോഗിച്ച് മറയ്ക്കപ്പെട്ട പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ആവശ്യമുള്ള സന്ദേശം ശക്തിപ്പെടുത്തുന്നതിന് ഈ സ്ഥിരീകരണങ്ങൾ ഒന്നിലധികം തവണ ആവർത്തിക്കുന്നുമുണ്ട്. വിഷ്വൽ സപ്ലിമിനുകളിൽ മറ്റ് വിഷ്വലുകളിൽ ഉൾച്ചേർത്ത ചിത്രങ്ങളോ വാക്കുകളോ ഉൾപ്പെടുത്തുന്നു. അവ ബോധപൂർവമായി അവബോധമില്ലാതെ പ്രോസസ്സ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സപ്ലിമിനുകൾ സ്വയം മെച്ചപ്പെടുത്തൽ, ശീലം രൂപീകരണം മുതൽ വിശ്രമം, സമ്മർദ്ദം ഒഴിവാക്കൽ വരെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പൊതുലക്ഷ്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, ഉറക്കം മെച്ചപ്പെടുത്തുക, സമ്പത്ത് ആകർഷിക്കുക, കൂടാതെ ശരീരഭാരം കുറയ്ക്കൽ അല്ലെങ്കിൽ ശാരീരിക രൂപം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ശാരീരിക മാറ്റങ്ങൾ പോലും ഉൾപ്പെടുന്നു. സപ്ലിമിനുകൾ തുടർച്ചയായി ഉപയോഗിച്ചതിന് ശേഷം 95% ഉപഭോക്താക്കളും പോസിറ്റീവ് മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സപ്ലിമിനുകൾ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. 1. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ല സപ്ലിമിനുകൾ കണ്ടെത്തുക. നിങ്ങൾക്ക് മലയാളത്തിൽ സപ്ലിമിനുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. 2. സ്ഥിരത പുലർത്തുക. നിങ്ങളുടെ സപ്ലിമിനുകൾ പതിവായി കേൾക്കുകയോ കാണുകയോ ചെയ്യുക. 3. നിങ്ങളെ ശല്യപ്പെടുത്താത്ത ശാന്തമായ അന്തരീക്ഷത്തിൽ സപ്ലിമിനുകൾ ഉപയോഗിക്കുക. 4. ക്ഷമയോടെ കാത്തിരിക്കുക. മാറ്റങ്ങൾ സമയമെടുത്തേക്കാം, അതിനാൽ ഫലങ്ങൾ കാണാൻ കുറച്ച് ആഴ്ചകൾ നൽകുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നിങ്ങൾ ഹാപ്പിയായി പോസിറ്റീവായിരിക്കുക.